ടു താടിമ്പട്ടു ടോക്സ്. അപ്പം ഇന്ന് ഞാൻ എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടിയോ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊന്നും വന്ന് വീഡിയോ എടുക്കുന്നതല്ല. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ദേഷ്യം, ഭയങ്കര എന്താ പറയുക, നമുക്ക് അങ്ങോട്ട് തിന്ന് കളയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി ചെയ്യാനുള്ളൊരു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മളത് ചെയ്യണം. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഈ ടോക്ക് വഴി. അതുപോലെ ഒരുപാട് പേര് അവരവരുടെ ഓൺലൈൻ മീഡിയാസ് വഴി ഓരോരുത്തർ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ചാനലുകാർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് എന്താണെന്നായിരിക്കും. യെസ് ഗൈസ്, അപ്പോൾ ആദ്യം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ മരണമല്ല, കൊലപാതകം അത് തന്നെയാണ്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സിദ്ധാർത്ഥ വെറ്റിനറി കോളേജിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിരുന്നു. നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാ ന്യൂസ് ചാനലുകളിലും അതേപറ്റി സിദ്ധാർത്ഥിൻ്റെ മരണത്തെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം തന്നെ ഈ പറയുന്ന SFI പാർട്ടി ആളുകളാണ്. ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ യൂണിയൻ SFI യൂണിയൻ പാർട്ടി പ്രവർത്തകരാണ്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ക്യാമ്പസിൽ എന്തിനാണ് ഈ പറയുന്ന പാർട്ടി രാഷ്ട്രീയം? ക്യാമ്പസിൽ രാഷ്ട്രീയം ആവശ്യമാണോ? ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് രാഷ്ട്രീയം ആവശ്യമാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇതിനു മുന്നേ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ ഈ കേസ് വന്നപ്പോഴും ഓഫ് ക്യാമറയിൽ ഈ വീഡിയോ ഒന്നും ചെയ്യാൻ വിചാരിച്ചല്ല. പക്ഷെ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ അപ്പൂസിനോടാണെങ്കിലും വിച്ചിനോടാണെങ്കിലും ഇതിനെ പറ്റി തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രക്തം തിളയ്ക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ഇത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടാൽ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വിച്ചു പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നിന്റെ ചാനലിൽ പറയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, എനിക്ക് പറയാം. എല്ലാവരും അവരവരുടെ ഓൺലൈൻ മീഡിയാസിൽ അവരവരുടെ രീതികളിൽ അവരവർ പ്രതികരിക്കണം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനു മുന്നും ഒരുപാട് ക്യാമ്പസ് രാഷ്ട്രീയം കാരണം മരണങ്ങൾ, കൊലപാതകങ്ങൾ, അത് പിന്നെ ആത്മഹത്യയായിട്ട് തെളിയാതെ പോവുക. കാരണം പുറകിൽ ഈ പറയുന്ന SFI പാർട്ടിയുടെ ആ ഒരു ഗുണ്ടാ വിളയാട്ടവും എന്തുണ്ടെങ്കിലും താങ്ങാൻ ഞങ്ങളുണ്ട് എന്നുള്ള ബാക്കപ്പ് ഉള്ളത് കൊണ്ട് എന്ത് തോന്നിയാസം ആർക്കും ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു പാർട്ടി പിൻബലം ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്യാമ്പസുകളിലും നടക്കുമ്പോൾ ഇതിനു മുന്നും ഒരുപാട് മരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണം നല്ല ഇതിനു മുന്നും ഉണ്ടായിട്ടുണ്ട്. അന്നും ഞാൻ ഇതുപോലെ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം? നമ്മുടെ മക്കൾക്ക് പഠിക്കാനായിട്ട് രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ലേ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ മക്കള്, എനിക്ക് 2 ആൺമക്കൾ തന്നെയാണ് വളർന്നു വരുന്നത്. നാളെ അവരെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാമ്പസിൽ വിടണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വിടണം. എല്ലായിടത്തും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വിളയാട്ടങ്ങൾ നടക്കുമ്പോൾ, അക്രമങ്ങൾ നടക്കുമ്പോൾ അവരെ പേടിച്ച് ജീവിക്കണം, അവർ പറയുന്നത് പോലെ കേൾക്കണം. അതല്ലെങ്കിൽ മരണം ഉറപ്പ്, മർദ്ദനം ഉറപ്പ്, പട്ടിണിക്കിടുക, മറ്റുള്ളവരെ, ഇവർക്ക് സൈഡിൽ നിൽക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നാളെ നമ്മുടെ മക്കളെ, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, എന്ത് ധൈര്യത്തിലാണ് ഒരു ക്യാമ്പസിലേക്ക് പഠിക്കാൻ വിടേണ്ടത്? ഒരു അകലെയുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കാൻ വിടുകയാണെങ്കിൽ അവരെ ഹോസ്റ്റലിൽ എന്ത് ധൈര്യത്തിൽ നമ്മൾ കൊണ്ടു നിർത്തും? ഇന്ന് സിദ്ധാർത്ഥന്റെ അമ്മ അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. എനിക്കിത് കേട്ടിട്ട് എനിക്ക് തന്നെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. എനിക്ക് പേടി, എൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ അതാലോചിച്ച് എനിക്ക് ടെൻഷന്. കാരണം നമ്മൾ പഠിക്കാൻ വിടാൻ പോലും ധൈര്യം ഇല്ലാത്തൊരു കാലത്ത് ഒരു ഭരണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് എല്ലാവിധ ഭരണ സംഭവങ്ങൾ കയ്യിലറിയാവുന്ന, ഭരണതന്ത്രങ്ങൾ നിയമങ്ങൾ അറിയാവുന്ന എല്ലാവരും ഭരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്താണ് അവരൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുന്നത്? എന്ത് ഭരിക്കുന്നു? നമ്മുടെ ക്യാമ്പസിൽ പോകുന്ന സ്റ്റുഡൻസിന് സ്വസ്ഥമായി പോയി ധൈര്യമായി വന്ന് പഠിച്ചു പോയി സമാധാനമായിട്ട് വന്ന് പഠിച്ച് അവർ ഉയരങ്ങളിൽ അവരുടെ ഫ്യൂച്ചറൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുമായി ചെല്ലുന്നവർക്ക് അതുപോലെ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഭരണം നമ്മൾക്ക് എന്തിനാണ്? ക്യാമ്പസിൽ രാഷ്ട്രീയത്തിന്റെ ആവശ്യമേ ഇല്ല. ഉണ്ടോ? ഇല്ല. ഇനി രാഷ്ട്രീയം പഠിക്കണം, അല്ലെങ്കിൽ SFI പാർട്ടിയിൽ ചേരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരണം. ഇതിപ്പോ സിദ്ധാർത്ഥന്റെ കേസിൽ അവിടുത്തെ SFI യൂണിയൻ നേതാക്കളാണ് അവനെ മർദ്ദിച്ചത്. 2-3 ദിവസമായിട്ട് മർദ്ദിച്ച് അവശനാക്കി
പച്ചവെള്ളം കൊടുക്കാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ 3 ദിവസമായിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പച്ചവെള്ളം പോലും ഇല്ലാതെ ഇത്രയും ക്രൂര ഒരു മർദ്ദനത്തിൻ്റെ ആവശ്യം, ഇത്രയും ക്രൂരത ചെയ്യാനായിട്ട് ഈ പറയുന്ന പാർട്ടിക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. ഗുണ്ടായിസം അല്ലെങ്കിൽ അതിക്രമം, വെട്ടുകൊല, കുത്ത്, ഈ കൊല്ലുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ അവരുടെ പാർട്ടിയിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്നും ചെയ്യായിരിക്കില്ല. അതല്ലാത്തവര്, അവർ പറയുന്ന പോലെ കേൾക്കാത്തവര്, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ പുറകെ പോവുക. ഇത് ഓൺലൈൻ മീഡിയകളുടെ കാലമാണ്. ആരെന്ത് പറഞ്ഞാലും കേട്ടിരുന്ന ഒരു സംഭവമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആളുകൾ രംഗത്ത് ഇറങ്ങും. ഓൺലൈൻ മീഡിയാസ് ഇത് 12 ദിവസമായി സിദ്ധാർത്ഥന്റെ മരണം കഴിഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പോഴും ഒരുപാട് പ്രതികൾ ഒളിവിലാണ്. കുറെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അത് അറസ്റ്റ് ചെയ്തത് പാർട്ടി ഓഫീസിൽ നിന്ന്, SFIയുടെ പാർട്ടി ഓഫീസിൽ നിന്ന്. ഈ പ്രതികളെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ പാർട്ടി, SFIയുടെ പാർട്ടി നേതാക്കന്മാര്. എന്തിന്? അതായത് എന്തും ചെയ്തോ ഞങ്ങളുണ്ട് പുറകെ താങ്ങാൻ എന്നുള്ള ഒരു ഇതിലാണ് ഈ പറയുന്ന നേതാക്കന്മാരുടെ ബലത്തിലാണ് ഈ പറയുന്ന നമ്മുടെ മക്കളെല്ലാം അവിടെ ചെന്ന് ഈ പാർട്ടിയിൽ കയറി അവർ പറയുന്ന പോലെ തുള്ളി ഓരോരോ കാര്യങ്ങളും മറ്റും ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ മർദ്ദനത്തിനിരയാവുന്നു, ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് കൊലപാതകം ചെയ്തു പോകുന്നു. കെട്ടിത്തൂക്കിയതാണ് അവന്, സിദ്ധാർത്ഥനെ കെട്ടിത്തൂക്കിയതാണ്. വ്യക്തമായി അവന് മർദ്ദനമേറ്റതിന്റെ എല്ലാ തെളിവുകളും സാക്ഷികളും എല്ലാതുണ്ട്. 150ഓളം സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് ഈ പറയുന്ന ഹോസ്റ്റലിന്റെ ക്യാമ്പസ്, ഈ എന്താ പറയുക, ക്യാമ്പസിന്റെ ഉള്ളിൽ വെച്ച് ഇത്രയും സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് വസ്ത്രമൊക്കെ ഊരിക്കളഞ്ഞ് അവനെ മർദ്ദിക്കുകയാണ്. കഴുത്തിന്റെ പുറകിൽ, ശരീരം മൊത്തം ബെൽറ്റ് കൊണ്ട് 2 ബെൽറ്റ് കേടായി വരെയും അടിച്ച് അവനെ ഇട്ടു. റൂമിൽ പച്ചവെള്ളം കൊടുക്കാതെ അവനെ ഇട്ടു. കെട്ടി തൂക്കി കളഞ്ഞു, അവനെ കൊന്നു കളഞ്ഞു. അത് എന്നിട്ട് ഒന്നും അറിയാതെ ഒരു ആത്മഹത്യയായി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും ആത്മഹത്യ ആവില്ല. ഇന്ന് അതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും പൊട്ടന്മാരൊന്നല്ലല്ലോ. നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ മക്കളും നാളെ നിങ്ങൾ ക്യാമ്പസിൽ എന്ത് ധൈര്യത്തില് വിടാൻ പോണം? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹോസ്റ്റലിൽ ചെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ധൈര്യത്തിൽ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തും? ഈ പറയുന്ന സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. അവൻ ആ സ്കൂളിലെ നന്നായി ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഒരുപാട് പേരുടെ പ്രീതിയും ഇഷ്ടവും മേടിച്ചെടുത്ത ഒരാളായിരുന്നു. ആ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഗേൾസിന്റെ കൂടെ ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അവരവിടെ നിന്ന് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളോ അതിന്റെ പേരിൽ അക്രമങ്ങളും കാര്യങ്ങളും, അവനെ വേറൊരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എന്താ വാട്ടർ ടാങ്കിന്റെ അടുത്തോ അവിടെയൊക്കെ പോയിട്ട് അവനെ ഒരുപാട് മർദ്ദിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും മർദ്ദിച്ചു. ഇതിനെല്ലാം ചൂട്ടുപിടിച്ച് കൂട്ടു നിൽക്കുന്നത് അന്ന് വൈകുന്നേരം പോലും അവന്റെ കൂടെ കിടന്നിരുന്ന റൂംമേറ്റ്, അവന്റെ ഒപ്പം കഴുത്തിൽ കൈയിട്ട് നടന്നിരുന്ന കൂട്ടുകാരന്മാര്, ക്ലാസ്മേറ്റ്, റൂംമേറ്റ്, കോളേജ് മേറ്റ്, ഇവരെല്ലാം ഇവന്റെ വീട്ടിൽ വന്ന് ഇവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡും കഴിച്ച് തോളിൽ കൈയിട്ട്. അതായത് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നല്ലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞ് നമുക്ക് ആരെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും? വീട്ടിലേക്ക് ഉത്സവത്തിന് പോവാൻ നിന്നിരുന്ന ആളെ ട്രെയിനിന്റെ അവിടെ വെച്ച് തിരിച്ചു വിളിച്ചുകൊണ്ടായി റിഹാൻ. അവൻ ഭയങ്കര കൂട്ടായിരുന്നു. ഈ ട്രിവാൻഡ്രം പട്ടത്താണ് അവൻ. ഈ പറയുന്ന റിഹാൻ എന്ന് പറയുന്നവൻ, അവനത് ഇങ്ങനെ കഴിഞ്ഞു. അവന് കഴിയും. കാരണം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ പുറകിലുണ്ട് എന്ന് പറയാനായിട്ട് കുറെ കാബാലികന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ പുറകിലുണ്ടെങ്കിൽ എന്തു വേണമെങ്കിൽ ചെയ്യാം, ഇല്ലേ? അവൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇവനതിൽ ആ സ്വാഭാവികത്വമൊന്നും തോന്നിയില്ല. പോയില്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു. അവൻ വിളിച്ചു, അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യാണ്ടാവണം, തിരിച്ചു പോകാന്ന് പറഞ്ഞ് തിരിച്ച് അവൻ രണ്ടാമത് കൊണ്ടുപോയി. അവന്റെ കൂടെ നടന്ന ഇത്രയും കൂട്ടുകാരാണ് ചേച്ചി, ഒരാൾ പോലും അവനതിൽ നിന്ന് അവന് വേണ്ടി സംസാരിക്കാനോ ഒന്നിനും ആ സമയത്ത് നിന്നില്ല. ജീവനോടാവുള്ള സമയത്ത് ഇത്രയും 150ഓളം സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് ഇത്രയും മർദ്ദിക്കുമ്പോൾ, അവനെ വസ്ത്രമില്ലാതെ നിർത്തുമ്പോൾ, ഇത്രയും അവന് വേണ്ടി ചെയ്യുമ്പോൾ നട്ടലുള്ള ഒരു സ്റ്റുഡന്റ് പോലും അവിടെ ഇല്ലാഞ്ഞിട്ടല്ല അതിനൊന്നും എതിർക്കാഞ്ഞത്. കാരണം ഈ പറയുന്ന ഈ SFI പ്രവർത്തകരുടെ, ഈ ഗുണ്ടകളുടെ നല്ലൊരു ഭീഷണി ഉണ്ടായിരുന്നു. തല വെട്ടിക്കളയും എന്നാണ് പറയുക. അവർക്ക് വെട്ടും കൊലയും അല്ലാതെ വേറൊന്നും അവരുടെ നാമല്ല. അവരുടെ നാമജപം പോലെയാണ് വെട്ടും കൊലയും. നിൽക്കുന്നവർ ആരെങ്കിലും ഇതിനെതിരെ സാക്ഷി പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായി പുറത്തു പറയോ ചെയ്താൽ തല വെട്ടിക്കളയും. അത് 4 കൊല്ലം കൂടി അവിടെ അവർക്ക് പഠിക്കണം.
ഭയന്ന് അവരാരൊന്നും പറഞ്ഞില്ല. സിദ്ധാർത്ഥന്റെ മരണം കഴിഞ്ഞ് സിദ്ധാർത്ഥന്റെ അച്ഛൻ വെളിയിലാണ്. മരണമായി ബന്ധപ്പെട്ട് വിളിച്ചറിയിച്ചിട്ടാണ് അച്ഛൻ വന്നത്. സിദ്ധാർത്ഥ ഈ സെക്കൻഡ് ഇയർ ആണ്. പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്റെയൊക്കെ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ, പുറത്തുനിന്ന് വീട്ടിലേക്ക് നാട്ടിലേക്ക് വരാൻ. അപ്പോൾ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് ഇനിയും പഠിക്കണം, PG പഠിക്കണം, അതും കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ ജോലിക്കൊക്കെ നോക്കുള്ളൂ, അതുവരെ അച്ഛൻ അവിടെ ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അത്രയും എന്താ പറയാ, നല്ലൊരു പഠിക്കാൻ അത്രയും ഇഷ്ടമുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു സിദ്ധാർത്ഥ്. അതാണ് ഏറ്റവും നമുക്ക് സങ്കടം തോന്നുന്നത്. കാരണം അവിടെ ഈ ഗുണ്ട വിളയാട്ടത്തിനും അക്രമത്തിനും വരുന്ന ആളുകൾ അവർ പഠിക്കാൻ വരുന്നവരല്ല. അവർക്ക് ഈ ഗുണ്ട ആവണം, അല്ലെങ്കിൽ പാർട്ടിയിൽ ചേരണം, അല്ലെങ്കിൽ പാർട്ടിയുടെ ആളുകളെ താങ്ങി പിടിച്ച് നടക്കണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്യാമ്പസുകളിൽ വന്ന് ചേർന്ന് ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ യൂണിയനുകളും ഇങ്ങനത്തെ അക്രമങ്ങളും ക്യാമ്പസും രാഷ്ട്രീയം ഉണ്ടാക്കി വേർതിരിവുകളും ആ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളുകളെ ശത്രുവായി കാണാനും അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും പോയി ഒന്ന് പരാതി പറയുമ്പോൾ എന്താ പറയാ, അതിനു വേണ്ടി ചോദിക്കാനും അടിക്കാനും ചെല്ലാനും ഈ വക കാര്യങ്ങളെല്ലാം ക്യാമ്പസുകൾക്ക് പുറത്താക്കുക. പഠിക്കുന്നവർ പഠിക്കട്ടെ, പഠിക്കാൻ ആഗ്രഹിച്ച് ചെല്ലുന്നവരുണ്ട്, അവർ അവരുടെ കാര്യം നോക്കി കോളേജിൽ പോയി പഠിക്കട്ടെ, പഠിച്ച് തിരിച്ചു വരട്ടെ, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. അക്രമികൾ ഗുണ്ടകളാവാൻ പാർട്ടിയിൽ ചേരണം എന്നുള്ളവർ അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു കോഴ്സോ ക്യാമ്പോ പാർട്ടി ഓഫീസിലോ മാത്രം കിടന്ന് നടക്കാം. എന്തിനു നിങ്ങൾ ക്യാമ്പസിൽ പോകണം ഈ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനും? അത് നിങ്ങളുടെയും ഫ്യൂച്ചർ ബാധിക്കില്ലേ? അല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ പറ്റി ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവരുടെ കുടുംബം അനാഥായില്ലേ? ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ മിടുക്കനായ ഒരാളുടെ സ്വപ്നങ്ങള് ഇല്ലാതാക്കി അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്, അല്ലെ? അവിടുത്തെ ക്യാമ്പസിലെ ഹോസ്റ്റലിലെ മെയിൻ ആളുകളൊന്നും ഇതിനോട് പ്രതികരിക്കാനല്ല, അവരൊക്കെ ഒളിവിലാണ്, അവരാരും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരാരും ആത്മഹത്യയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞ് ഉണ്ടാക്കണത്. അവരതിനൊന്നും നിൽക്കാത്തത് അവർക്ക് അറിയാം സംഭവം കയ്യിൽ നിന്ന് പോയി. മീഡിയാസ് ഏറ്റെടുത്തു, ഓൺലൈൻ മീഡിയാസ് ഒരുപാടുണ്ട്, ചാനലുകൾ, യൂട്യൂബിൽ, അവരത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുവഴി അവരുടെ വീട്ടുകാരും എല്ലാവരും ഓരോരോ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജനങ്ങളിലേക്ക് അത് എത്തും കൂടുതൽ. ഈ പറയുന്ന 4-5 പേര് പറയുന്ന ഒരു പാർട്ടിയുടെ കുറച്ച് ആൾക്കാരോ അല്ലെങ്കിൽ 10-12 പാർട്ടി ക്യാമ്പസിലെ പ്രവർത്തകരോ യൂണിയൻ നേതാവോ പറയുന്നത് മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് പേർക്ക് പറയാനുണ്ട്. സിദ്ധാർത്ഥന്റെ അടക്കിന് വീട്ടിൽ വന്ന് പോകുമ്പോൾ അടക്കൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന കൂട്ടുകാരെല്ലാവരും, ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചവരും അല്ലാത്തവരുമായ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് ഒന്നറിയാത്ത പോലെ അവർ നിന്ന് ഈ പറയുന്ന അക്ഷയ് എന്ന് പറയുന്ന കൂട്ടുകാരനും ഇതിൽ ഒറ്റുകൊടുതലുണ്ടായിരുന്നു. ആ പറയുന്നവനും ഇതിൽ വന്ന് ഈ അമ്മ അവന്റെ കൈ പിടിച്ചിട്ട്, മോനെ ഞാൻ ഫോൺ വിളിച്ചിരുന്നതല്ലേ, എന്നിട്ട് നീയും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും, വെട്ടും കൊലയും ചോരയും കണ്ട് അറപ്പ് തീർന്ന അവർക്ക്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഇടയിൽ ജീവിക്കുന്ന അവർക്ക് എന്ത് വികാരം, എന്ത് ഇമോഷൻ? ആ അമ്മയുടെ വികാരം അറിയേണ്ട കാര്യമില്ലല്ലോ, അവരുടെ മോനല്ലേ ലോകത്തുനിന്ന് തന്നെ പോയത്. പക്ഷെ ആ സമയത്ത് അത് കണ്ടുകൊണ്ട് നിന്ന ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും കുറെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരവിടെ വെച്ച് ആ പെൺകുട്ടി, നിനക്കൊക്കെ ഇപ്പൊ സമാധാനം ആയില്ലടാ എന്ന് ചോദിച്ചു. അത് ആ അമ്മയുടെ ചെവിട്ടില് ചെറുതായി അമ്മ ആ ദുഃഖങ്ങൾ, ആ ഒരു കരച്ചിലിനും അവശതയിലും ഇടയിൽ കേട്ടു. അപ്പം മുതൽ ആ അമ്മയ്ക്ക്, അതുവരെ അമ്മയ്ക്ക് അതൊരു ആത്മഹത്യയാണോ, അവൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ, വിഷമക്കാരനാണോ എന്നൊക്കെ തന്നെയായിരുന്നു ചിന്ത. പക്ഷെ അത് കേട്ടപ്പം മുതൽ അമ്മ ഓരോന്ന് റിവൈൻഡ് ചെയ്യാൻ തുടങ്ങി. അത് നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതുമായി കണക്ട് ചെയ്ത് റിവൈൻഡ് ചെയ്യുമ്പോഴാണ് ഓക്കെ അപ്പൊ അതായിരുന്നു ഇതായിരുന്നു അത് നമ്മൾ തോന്നുന്നു. അത് തന്നെ ആ അമ്മയും തോന്നി. ആ ഒരു സംശയം പിന്നീട് വർദ്ധിച്ചു. അടക്ക് കഴിഞ്ഞ് പോകുന്നതിനിടയിൽ കുറച്ച് അവിടുത്തെ മെയിൻ കുറച്ച് ആളുകൾ, സാറുമാരും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഭയമാണ് ഈ ഗുണ്ട പാർട്ടി നേതാക്കന്മാരെ, അവര് സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്റ്റുഡൻസ് നേതാക്കന്മാര്, അവരെ ഭയന്നിട്ട് അവർക്കൊന്നും വിളിച്ചു പറയാനോ അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനോ അതിൽ കഴിയുന്നില്ല. പക്ഷെ ഇത് പുറത്ത് കൊണ്ടുവരണമെന്നും ഇതിന്റെ പുറകിൽ ആരാണെന്നും അവർക്ക് അറിയിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നമ്പർ കൊടുത്ത്, അടക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു നമ്പർ കൊടുത്ത്, ഈ നമ്പർ ഇപ്പോൾ വിളിക്കണ്ട, വൈകിട്ട് വിളിക്കാൻ പറഞ്ഞ് കൊടുത്തിട്ട് അവർ പോയി. ഈ നമ്പറിലേക്ക് അവിടുന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടുകാര് വിളിച്ചപ്പോൾ അവരതിലൊരു കാര്യം പറഞ്ഞു, നിങ്ങളിത് വിടരുത്, ഇത് കേസാക്കണം, ഇത് ആത്മഹത്യയല്ല, സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നും മർദ്ദിച്ച് കെട്ടി തൂക്കിയതാണ്
3 ദിവസമായി ഹോസ്റ്റലിൽ കഴുത്തിൽ ഇങ്ങനെ കയറ് വെച്ച് ഞെരിച്ച് ശ്വാസം മുട്ടിക്കൽ മുതൽ ബെൽറ്റിലടിക്കൽ മുതൽ ശരീരം മുഴുവൻ ഷൂസ് ഇട്ട് ചവിട്ടി തുള്ളി വെള്ളം പോലും 3 ദിവസമായി സിദ്ധാർത്ഥിന്റെ അച്ഛൻ പുറത്ത് കഷ്ടപ്പെടുന്നത്. സിദ്ധാർത്ഥും അവൻ്റെ അമ്മയും അവൻ്റെ അനിയനൊക്കെ ഭക്ഷണം നല്ല രീതിയിൽ വിശപ്പ് അവരുടെ വിശപ്പ് മാറ്റാനാണ് അവൻ്റെ അച്ഛൻ അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്. അത് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ ഒരു സങ്കടം ഉണ്ട്, മനസ്സെടറിയിട്ടുള്ളൊരു സങ്കടം ഉണ്ട്. അപ്പോൾ എന്താ പറയാ, അപ്പോൾ ആ ഒരു 3 ദിവസം മോൻ പട്ടിണി കിടന്ന് അവര് റാഗിങ്ങിന്റെ അടുത്തൊരു സാധനമാണ് നമ്മുടെ ക്യാമ്പസിൽ റാഗിങ്. എന്തിനാണ് ഈ റാഗിങ്? ഞാൻ റോട്ടിൽ കൂടെ ഒരാളെ നടന്നു പോകുമ്പോൾ എനിക്കൊരാളെ റാഗ് ചെയ്യാൻ തോന്നിട്ട് ഞാൻ റാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ കേസ് എടുക്കില്ലേ? ക്യാമ്പസിൽ മാത്രം ഒരു റാഗിങ്ങിന്റെ ആവശ്യമുണ്ടോ? സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്നു. അടുത്ത കൊല്ലം ഈ ജൂനിയേഴ്സ് സീനിയർ ആകുമ്പോൾ അവരുടെ മനസ്സിലായി എനിക്ക് ഇനി അടുത്ത ആളെ റാഗ് ചെയ്യാം. തമാശക്കുള്ള റാഗിങ് ആയിരുന്നു ആദ്യം പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഒരു പാട്ട് പാടും, ഒന്ന് ചിരിക്കൂ, ഒരു ഗുഡ് മോർണിംഗ് തരും. ഞാനും ക്യാമ്പസിൽ പോയിട്ടുള്ളതാണ്. എന്നോട് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തമാശ. അത് ആരും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നുമില്ല. ഇത് അതുക്കും അപ്പുറം തുണിയെല്ലാം ഇല്ലാതാക്കി ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങളും ചെയ്യിച്ച് മർദ്ദിച്ച് ഇങ്ങനത്തെ റാഗിങ്ങും രാഷ്ട്രീയത്തിന്റെ ഒപ്പം ക്യാമ്പസിൽ നിന്ന് എന്തായാലും കളയണം. അതിന്റെ ആവശ്യം ഇല്ല. സ്റ്റുഡൻസിന് അതിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ റാഗിങ്ങിന്റെ പേരൊന്നും പറയണ്ട. എന്നിട്ടും ആ അച്ഛൻ പറയുന്ന റാഗിങ് അവർക്ക് ചെയ്യണമായിരുന്നെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യേ, വെറുതെ ഒന്ന് എന്തെങ്കിലും ഒന്ന് വേദനിപ്പിക്കുകയോ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തെങ്കിലും വിട്ടുവിടായിരുന്നോ? അത് ഇതിപ്പോ ഇത്രയും ഒരു ഇതിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. അതിന് മാത്രം അവിടെ ഒന്നുമില്ല. അവന്റെ മരണത്തിന് ശേഷം ഇപ്പൊ വേറെ പല ചാനലുകളിലും പ്രചാരം നടക്കുന്നു. എന്താ പറയാ, ഒരു പെൺകുട്ടിയുടെ ഒരു കംപ്ലൈന്റ് പ്രകാരം ആ പാർട്ടിയുടെ ആൾക്കാർ ചോദിക്കാൻ ചെന്ന് അവനെ കയ്യേറ്റം ചെയ്തു തുടങ്ങി. അങ്ങനെ ഇതാണ് എന്നൊക്കെ അതറിയില്ല. അതിന്റെ സത്യാവസ്ഥയൊക്കെ നിയമം, പോലീസുകാർ, നമ്മുടെ ആളുകൾ പുറത്തു കൊണ്ടുവരണം. മരിച്ചു കഴിഞ്ഞാൽ ഒരാള് മരിച്ചു വന്ന അയാൾ അങ്ങനെയല്ല ഇങ്ങനെയെല്ലാം പറയില്ല. പക്ഷെ ആ പറയുന്ന ആരോപിക്കപ്പെടുന്ന പെൺകുട്ടി അവിടെ ഉണ്ട്. പുറത്തു കൊണ്ടുവരണം. സത്യങ്ങൾ എപ്പോഴായാലും പുറത്തു കൊണ്ടുവരണം. എത്ര കാലം കഴിഞ്ഞാലും അത് വരും. അത് അവിടെ തെളിവും സാക്ഷികൾ സഹിതം ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഈ സിദ്ധാർത്ഥന്റെ അമ്മേനെയും അച്ഛനെയും അനിയനെയും അവരുടെ ബന്ധപ്പെട്ട ബന്ധുക്കളെ എല്ലാം വിളിച്ച് അന്ന് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയും. ഇവരെ ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും ചാനലിൽ വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ വന്നിട്ടോ ഇവർക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പിന്നെ ആ ക്യാമ്പസിൽ അവർ 4 കൊല്ലം പഠിക്കില്ല, തല വെട്ടിക്കളയും എന്നൊക്കെ. ഏത് പാർട്ടിയാണെങ്കിലും ക്യാമ്പസിൽ പാർട്ടിയുടെ ആവശ്യമില്ല, റാഗിങ്ങിന്റെ ആവശ്യമില്ല. പഠനത്തിന് സ്റ്റുഡൻസിന് ഇതൊന്നും ആവശ്യമില്ല. ഉണ്ടോ? അതിന് സെപ്പറേറ്റ് ക്യാമ്പസിന് പുറത്ത് പാർട്ടി ഓഫീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ പാർട്ടിക്ക് ചേരാൻ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേറൊരു ക്യാമ്പോ കാര്യങ്ങളോ സെപ്പറേറ്റ് തുടങ്ങുക. അതിൽ ചേരുന്നവരായി പോയി ചേരട്ടെ. ഇതിൽ ഏറ്റവും അധികം ഈ പറയുന്ന പാർട്ടിക്കാരുടെ ഈ ഗുണ്ടാ വിളയാട്ടമാണ് ഏറ്റവും അധികം ഇന്ന് കാണുന്നത്. എവിടെ തിരിഞ്ഞാലും വെട്ടും കുത്തും കൊലയും ഇങ്ങനത്തെ പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ക്യാമ്പസിൽ എത്ര കാലമായി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും അതിനെ ചുക്കാൻ പിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ ആ ചെയ്ത പ്രതികളെ ഒളിപ്പിച്ച് നിർത്തിയും ഈ പാർട്ടി തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർക്ക്, ഇതിന്റെ താഴെ നിന്ന് സല്യൂട്ട് അടിക്കുന്ന പോലീസുകാർക്ക് അവരുടെ ഓർഡറിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ചില സാറുമാരുടെ പോലെ നട്ടലുള്ള സാറുമാര് വേണം. തൊപ്പി പോയാലും വേണ്ടില്ല, ഞാൻ അത് പുറത്ത് കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരുപാട് സാറുമാരെ നമുക്കറിയാം. അങ്ങനെയുള്ളവർ വേണം. നിങ്ങൾ പറ ഗൈസ്, ക്യാമ്പസിൽ രാഷ്ട്രീയ ആവശ്യമുണ്ടോ? റാഗിങ് ആവശ്യമുണ്ടോ? നിങ്ങളുടെ മക്കൾ നാളെ വളർന്ന് വലുതായി അവരെല്ലാം നിങ്ങൾക്ക് കോളേജുകളിൽ വിടണ്ടേ? ഒരു പക്ഷേ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കേണ്ട കോഴ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വിടുന്നത്? കൂടെ നിൽക്കുന്ന റൂംമേറ്റുകൾ 4-5 പേരുണ്ടെങ്കിൽ അവര് കൊണ്ടുപോയി ഒറ്റി അവരിതിനെല്ലാം കൂട്ടുനിന്ന് ഞൊള്ളി പോലെ വര പോലത്തെ പിള്ളേരാണ്. പാൽക്കുപ്പി വായെന്ന് മാറിയിട്ടുള്ള പോലത്തെ ഓരോ ചെറിയ പിള്ളേരാണ്. ഇതെന്ന് കാണുമ്പോഴാണ് നമുക്ക് ഇത്രയും വിഷമം. അവർക്ക് ഇത്രയും ധൈര്യവും കാര്യങ്ങളും അവർ കാണിക്കുന്നത് അവരുടെ ബാക്കപ്പിന്. നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പിന് ഒരു പവർ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പവർ നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് കാര്യം ധൈര്യമായിട്ട് നിൽക്കുള്ളൂ, അല്ലേ? മീഡിയക്കാര് ഓൺലൈൻ മീഡിയ ആണെങ്കിലും ന്യൂസ് മീഡിയ ആണെങ്കിലും ഏത് രീതിയിലുള്ള മീഡിയ ആണെങ്കിലും, ഇപ്പോൾ യൂട്യൂബ് മീഡിയ ഓൺലൈൻ മീഡിയ ആണ്, അതാണ് ഏറ്റവും അധികം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു പവറാണ്.
ഇപ്പൊ അതുകൊണ്ടാണ് ഈ മീഡിയാസ് അത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് ഹോസ്റ്റൽ റൂമിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ നിന്ന് അത് കൊലപാതകമാണ് എന്നുള്ള രീതിയിലേക്ക് പുറത്തു വരികയും അതൊരു കേസ് എടുക്കേണ്ട ഒരു അവസ്ഥ വരികയും അതിലെ കുറച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യും. പാർട്ടി ഓഫീസിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഏത് പാർട്ടി ഓഫീസ്? SFIയുടെ പാർട്ടി ഓഫീസിൽ. നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാ നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പോലും സ്വസ്ഥമായി ഒന്ന് പഠിപ്പിക്കാൻ ഒരു 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 വളർന്നു കഴിഞ്ഞ ഒരു ക്യാമ്പസിൽ വിടാൻ. നമുക്ക് ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരുപാട് എന്താ പറയുക സ്കൂൾ ലൈഫ് കഴിഞ്ഞ് ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ട്. ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും അടിച്ചു പൊളിക്കണ അതാണ് ക്യാമ്പസ്. പക്ഷെ ഇന്നത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടും കൊലയും മർദ്ദനും കുത്തും ഈ പറയുന്ന കിഡ്നാപ്പിങ്ങും കെട്ടിത്തൂക്കലും പട്ടിണിക്കിടലും റാഗിങ്ങും അതിക്രൂരമായ റാഗിങ് ഇതൊക്കെയാണ് ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നത്. ക്യാമ്പസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കളറാണ് നമ്മുടെ മനസ്സിൽ വരിക. നല്ല കളർഫുള്ളാണ് വരിക. അതല്ല ഇപ്പൊ ചോരയുടെ മണാണ്. ഇപ്പൊ ചോപ്പ് ചോരയുടെ മണം. ഇത് ഇങ്ങനെ ഈ നാട് പോവുകയാണെങ്കിൽ ഒരൊറ്റ ആളുടെ കുട്ടികളും എവിടെയും പഠിക്കാൻ പോകില്ല. ഒരാളും ക്യാമ്പസിൽ പോകില്ല. എങ്ങനെ അവരുടെ പാരൻസ് അവരെ ക്യാമ്പസിൽ വിടും? ഈ നാട്ടിലെ സിദ്ധാർത്ഥിന്റെ അമ്മയുടെ പോലെ അല്ല ഇതിന് മുന്നുണ്ടായിട്ടുള്ള ഒരുപാട് അമ്മമാരുടെ ഇങ്ങനത്തെ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള അമ്മമാരുടെ പോലെ നമുക്ക് പേടി കയറും ഇല്ലേ? നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കുഴപ്പമില്ല. എന്തുണ്ടെങ്കിലും നമുക്കത് നേരിടാം, ഫേസ് ചെയ്യാം. ലോകത്ത് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷെ മരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ മരിക്കണേന് വേണം ഒരു അന്തസ്സ് ഇല്ലേ? ഇതുപോലത്തുള്ള ആളുകളുടെ കൈ കൊണ്ട് മരിക്കുക, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് മരിക്കുക എന്നൊക്കെ പറയണത് വളരെ എന്താ പറയുക, വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. വളരെ സങ്കടം തോന്നുന്നു. മരണ വീട്ടില് കരിങ്കൊടി ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അതുവരെ താത്തിക്കാൻ നോക്കിയിട്ടുള്ള തലപ്പത്തിരിക്കുന്നമാര് ഇതൊന്നും കാണുന്നില്ലേ? ഇവിടെ ഈ പറയുന്ന ആളുകളുടെ കൊമ്പുകള് അല്ലെങ്കിൽ ഈ ക്യാമ്പസിന്റെ അകത്ത് അക്രമാതീതമായിട്ടുള്ള ഈ പാർട്ടി അക്രമങ്ങള് ഇതൊക്കെ താത്തിപ്പിക്കി ഇല്ലാതാക്കിപ്പിക്കി. പാർട്ടിയിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്ക്. ഒരു കോളേജ് യൂണിയൻ അല്ലെങ്കിൽ കോളേജ് ഒരു യൂണിയനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതിനായിരിക്കണം. അവിടുത്തെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പേരൻസിനും ഒക്കെ നമുക്കിവിടെ ചുറ്റുമുള്ളവർക്ക് നല്ലതിനായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ്? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് എന്താ പറയാ, നമ്മള് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ല. അതല്ല. അത് ഒരുപാട് വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതായി. ഭരിച്ച് ഒരുപാട് പേരുടെ ഭരണങ്ങൾ വളരെ വളരെ നല്ല രീതിയിൽ ആയി ഗോഡ്സ് ഓൺ കൺട്രി ഇല്ലാതായി. വീടിന്റെ പുറത്തിറങ്ങാൻ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ആർക്കോ, പുരുഷന്മാർക്കോ ആൺകുട്ടികൾക്കോ നല്ലൊരു വാർത്ത ന്യൂസ് ചാനലിൽ വെച്ചാൽ രാവിലെ മുതൽ കേൾക്കാല്ലേ? വെട്ട്, കൊല, കിഡ്നാപ്പിങ്, റേപ്പ്, പിന്നെന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല കേൾക്കാം. നല്ലതായിട്ടുള്ള ന്യൂസുകൾ ഒന്നുമില്ല. ഒക്കെ ഇങ്ങനത്തെ ന്യൂസുകൾ മാത്രം. കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ അങ്ങനെയാണ്. ഗോഡ്സ് ഓൺ കൺട്രി കാണാനായിട്ട് പുറമേന്ന് ടൂറിസം, കേരള ടൂറിസം കാണാനായിട്ട് ഓടി വരുന്ന ഈ പറയുന്ന വിദേശീയര് ഈ ന്യൂസോ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കും വരുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളത്? അവരുടെ അവിടെ പോണം. നമ്മള് ഏത് പാതിരാത്രിക്കും ഏത് സ്ത്രീക്കും പുറത്തു പോവാം, ഇന്ത്യക്ക് വെളിയിൽ പോവാം. അറ്റ്ലീസ്റ്റ് കേരളത്തിന് പുറത്ത് പോയാലെങ്കിലും കുറച്ച് മാറ്റമുണ്ട്. അവിടെ ഇതുപോലെ ആരെയും ഭയന്ന്, അവിടുത്തെ നിയമങ്ങൾ സ്ട്രോങ് ആണ്. ആരെയും ഭയക്കണ്ട. ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുള്ള ഒരാൾക്കോ ഒരു നേതാവിനോ പാർട്ടി പ്രവർത്തകനോ വേണ്ടിയുള്ള നിയമങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്ന നിയമങ്ങളല്ല അത്. എല്ലാവർക്കും ഒരുപോലെ നിയമമാണ്. ഒരാളാണ് ഭരിക്കുന്നത്, രാജഭരണമാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരൊറ്റ ഭരണം, ഒറ്റ നിയമം. അതവിടെ ഏത് രീതിയിൽ ആര് തെറ്റ് ചെയ്താലും ഒരേപോലെയുള്ള ശിക്ഷാരീതികള് നല്ല അടിപൊളി. ഏതവയവം കൊണ്ട് തെറ്റ് ചെയ്യുന്നു അതുമ വെച്ചിട്ടുള്ള കളിയാണ്. അത് സ്പോട്ടിൽ നടപ്പിലാക്കണം. അല്ലാണ്ട് നീട്ടി വലിച്ച് കാശെടിഞ്ഞ് വക്കീലിനെ വെച്ച് കളിപ്പിച്ച് കൊണ്ടുപോകണ നിയമല്ല.
നമ്മുടെ ഇവിടെ അതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തതല്ല, നിയമം നടപ്പിൽ ശക്തമായി ആക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ 100% എന്തെങ്കിലും വല്ലപ്പോഴും ഓണം ക്രിസ്മസ് ഒക്കെ പോലെ ഒരു ക്രൈമോ എന്തെങ്കിലും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കില്ല. അറിയാണ്ട് ആക്സിഡന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ആവണം. അത്രയും സ്ട്രോങ് ആണ് പുറം നാട്ടിൽ നിയമങ്ങൾ. ഭയക്കണം, നിയമത്തെ ജനങ്ങൾ ഭയക്കണം. അവരത് ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഉണ്ടായത്. ആ കേസിന് ഇങ്ങനെയാണ് ശിക്ഷ എങ്കിൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട കേസ് ചെയ്ത് ഇങ്ങനെയായിരിക്കും ശിക്ഷ എന്ന് മനസ്സിലായാൽ അതിൽ നിന്ന് മാറും. ഭയക്കണം. ഓരോ വകുപ്പുകളുണ്ട്, പല പല വകുപ്പുകളുണ്ട്. മാനസിക പീഡനം മുതൽ മറ്റേ ശാരീരിക പീഡനം, റേപ്പ്, മറ്റേ തട്ടിക്കൊണ്ടുപോകല്, കൊലപാതക ശ്രമം, പിന്നെന്താ ഹണി ട്രാപ്പ്, മോഷണം, പിന്നെ എന്താ ഈ പറയുന്ന മർദ്ദനം, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക, ആത്മഹത്യ ആണെന്ന് വരുത്തി തീർത്ത് കൊലപാതകം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഉള്ള കുറച്ച് ക്രൈമുകൾ ചെയ്യുക, ഈ പറയുന്ന ലഹരി കടത്തുക, പണമിടപാട് കേസുകൾ, അങ്ങനെ 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 ഒരുപാട് പല പല വകുപ്പുകൾക്ക് ഓരോന്നിനും ആര് ചെയ്താലും ഒരേ നിയമം സ്പോട്ടിൽ അത് ചെയ്യണം. അടുത്തൊരാൾ ചെയ്യാൻ ഭയക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ 3 മാസം 6 മാസം പുറത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇറങ്ങാം എന്ന രീതി വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖല്ലേ. ചപ്പാത്തിയും ചിക്കനും ബിരിയാണിയും ചോറൊക്കെ ഫ്രീ ആയിട്ട് കുറച്ച് നാൾ തിന്നാം, നല്ല തടിച്ചുരുണ്ട് എല്ല് പോയ പോലെ പോയിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുള്ളൂ. ആർക്കും പേടിയൊന്നും ഉണ്ടാവില്ല. പേടി ഉണ്ടാവൂ? ഇല്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഏത് പാർട്ടിയാണെങ്കിലും ക്യാമ്പസിൽ പാർട്ടിയുടെ ആവശ്യമില്ല. ദയവ് ചെയ്ത് ക്യാമ്പസിലെ പാർട്ടി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട. സ്കൂളുകളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു 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 കോളേജ് ലീഡർ, കോളേജ് യൂണിയൻ ഒന്നും വേണ്ട. അങ്ങനെ കോളേജ് യൂണിയൻ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് പാർട്ടി ബേസ് ചെയ്ത് വേണ്ട. കുറച്ച് കുട്ടികളുടെ പേരിട്ട് ആരെങ്കിലും അവരിൽ നിന്ന് ഏറ്റവും അധികം പേരെ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുക. ഈ പാർട്ടി ബേസ് ചെയ്ത് വരുമ്പോൾ ഈ നമ്മുടെ കുട്ടികൾക്ക് ഈ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ ഈ കുട്ടികളെ ഈ പാർട്ടിയുടെ വിഷം കുത്തിവെച്ച് 2 തരക്കാരായിട്ട് മാറ്റി നിർത്തുകയാണ്. ഇതെന്റെ സുഹൃത്താണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, എൻ്റെ കോളേജ് മേറ്റ് ആണ്, എൻ്റെ റൂംമേറ്റ് ആണ്. അങ്ങനെ ഒരു ഇതില്ലാതെ അവൻ മറ്റേ പാർട്ടിയാണ്, ഇവൻ ഈ പാർട്ടിയാണ്, അങ്ങനെ ഒരു വേർതിരിവ് കോളേജിനെ അവർക്ക് കൊടുക്കാണ്. അപ്പൊ പിന്നെ ഇവിടുന്ന് ശത്രുതയായിട്ട് ഇറങ്ങുന്ന ഇവിടുന്ന് പുറത്തിറങ്ങിയാലും ഈ ശത്രുത ജീവനോടെ പുറത്തിറങ്ങിയാലും ഈ ശത്രുത തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇല്ലേ? പിന്നെ അവര് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അത് വലിയ വളരെ അനുസരിച്ച് അതിന്റെ വൈരാഗ്യവും അതിന്റെ ആ ഒരു ഇതും കൂടിക്കൊണ്ടിരിക്കും. എന്തിനാണത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പുറത്ത് തന്നെ ഭരിച്ച് പാർട്ടി പ്രവർത്തകർ നല്ല ഒന്നാന്തരാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാമ്പസിനകത്ത് അത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ നല്ല കാലം, സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്. അത് കഴിഞ്ഞു. പിന്നെ ഭാഗ്യം വേണം, നല്ല രീതിയിൽ കുട്ടികൾ രക്ഷപ്പെട്ടു പോവാൻ. ഏതിൽ ചെന്ന് പെടുക എങ്ങനെയാണെന്ന് അറിയാതെ. നമുക്ക് ആവശ്യമാണോ? കുട്ടികൾക്ക് പഠിക്കാൻ ക്യാമ്പസിൽ ടീച്ചേഴ്സ് മതി, ഫ്രണ്ട്സ്, അവർ നല്ല ഫ്രണ്ട്സായിട്ട് വളരട്ടെ, പഠിക്കട്ടെ. ഇവിടെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമേ ഇല്ല. രാഷ്ട്രീയം വേണം എനിക്ക് ഇന്ന പാർട്ടിയോടുള്ള ഓരോരോ പാർട്ടികളുടെ ഓരോരോ നിയമങ്ങളും താല്പര്യങ്ങളും ഇഷ്ടത്തോടെ അതിലേക്ക് ചേരണം എന്നുള്ളവര് അതിനുള്ള പാർട്ടി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? പാർട്ടി ഓഫീസുകളുണ്ട്, അവരുടെ ക്യാമ്പിങ്ങും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലട്ടെ. അതിന് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ക്ലാസ് തന്നെ വെച്ച് കൊടുക്കും. ആവശ്യമുള്ളവർ അവിടെ പോയി ചേരട്ടെ. ഇത് പഠിക്കാനുള്ള എന്ത് കാര്യത്തിലത് വെറ്റിനറിയിൽ പഠിക്കണവരാണെങ്കിൽ അങ്ങനെ, എഞ്ചിനീയർ പഠിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ MBBS പഠിക്കണമെങ്കിൽ, നഴ്സിംഗ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്ത് കോഴ്സ് പഠിക്കണമെങ്കിലും ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ എത്രയോ സന്തോഷമായി ഫ്രണ്ട്സും കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറഞ്ഞും കൊടുത്തും സന്തോഷിച്ച് അവരവിടെ നിന്ന് ഇറങ്ങട്ടെ. അതല്ലേ വേണ്ടേ? എന്ത് തരം ഭാവി, എന്താ പറയാ, നമ്മുടെ വരും തലമുറകളെ നിങ്ങൾ എന്ത് രീതിയിൽ വളർത്തിയെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അക്രമവാസനയുള്ളവരായിട്ടോ, വെട്ടും കുത്തുള്ളവരായിട്ടോ, എന്ത് തോന്നിയാസം ചെയ്തോ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരുടെ മക്കളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന പാർട്ടിയാണ്, ഞങ്ങൾക്ക് പാർട്ടിയിലെ കുറച്ച് പേരെ അറിയാം,
അത് കാരണം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അഴിച്ചുവിടുന്ന രീതിയിലുള്ള അങ്ങനെയാണോ? അതാണോ? അല്ല. അങ്ങനെയാണോ വേണ്ടത് നിങ്ങൾക്ക്? അല്ല. എല്ലാവരും പ്രതിഷേധിക്കുക. നിങ്ങളാൽ കഴിയുന്ന വിധം പ്രതിഷേധിക്കുക. മനസ്സിലായോ? ഇത് 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 ഒരു സിദ്ധാർത്ഥിന്റെ വീട്ടിൽ സംഭവിച്ചപ്പോഴാണ് ഇപ്പൊ റീസെന്റ് നടന്ന കാര്യം ഇതുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥിന്റെ കേസ് പറയണത്. ഇതിനു മുന്നേ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എത്ര കേസുകളാണ് ഈ സെയിം ക്യാമ്പസുകളുടെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കോളാണ് വരുന്നത് പാരന്റ്സിന്, കോളേജിന്റെ ക്യാമ്പസിന്റെ മുകളിൽ നിന്ന് വീണു എന്നുള്ളൊരു പെൺകുട്ടി, ആ പേര് ഞാൻ മറന്നുപോയി, ഹോസ്റ്റലിൽ ഇതുപോലെ തന്നെ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അവിടുത്തെ ആളുകളുടെ പ്രശ്നമാണ്. അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഹോസ്റ്റലിലുള്ളവരോ അല്ലെങ്കിൽ അവിടെ റൂംമേറ്റ്സോ അവരൊക്കെ ഭീഷണിപ്പെടുത്തി. കാരണം ഇവര് മരിച്ചവര് മരിച്ചു, അല്ലെങ്കിൽ കൊന്നവരെ കൊന്നു, അത് മരിച്ചതാണ് ഇന്ന പോലെ കാര്യം പറഞ്ഞാൽ മതി ആര് ചോദിച്ചാലും. അതല്ലെങ്കിൽ നിങ്ങളവിടെ തുറന്ന് നിൽക്കാനോ പഠിക്കാനോ സമ്മതിക്കില്ല. നിങ്ങളുടെ ഭാവിക്ക് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നെ ആരും അവർക്കെതിരെ ഒന്നും പറയാതെ അങ്ങനെ എത്രയോ കേസുകൾ പോയിരിക്കും. ഇതങ്ങനെ നിൽക്കില്ല. ഇതിന്റെ സത്യം തുറന്നു പറഞ്ഞ സിദ്ധാർത്ഥിന് നീതി കിട്ടണം. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ്. നാളെ നമ്മുടെ മക്കളാവാം, നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മക്കളായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കില്ല. നമുക്ക് അവിടെ ഇവിടെ ന്യൂസ് കാണുമ്പോൾ വല്ലവരുടെ അല്ലേന്ന് തോന്നും. നമ്മുടെ വീട്ടിൽ നമുക്കത് വരുമ്പോൾ, അത് നമ്മുടെ ആയിട്ട് തോന്നുമ്പോഴാണ് നമ്മുടെ നെഞ്ച് കളങ്ങുക, നമുക്ക് വിഷമം വരിക, നമുക്ക് സങ്കടം വരിക. മനസ്സിലായോ? അത് എന്താ പറയാ, അതാണ് ഓരോരുത്തരും നമ്മൾ എടുക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ പറയുന്നവന്മാര് ഇത്രയും 12 കൂട്ടുകാരുണ്ട്. കുറച്ച് പേരെ അറസ്റ്റ് ചെയ്ത് ഇനിയും കുറെ പേരെ ഒളിവിൽ താമസിപ്പിച്ച് ഈ പാർട്ടിയുടെ മെയിൻ ആൾക്കാർ ഒളിവിൽ താമസിപ്പിച്ചിക്കാണ്. മനസ്സിലായി? ആ ഒരു ഉറപ്പം പിന്നെയാണ് അവരിതൊക്കെ ചെയ്യാനുള്ള ധൈര്യം. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യും, ഇന്നെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കേസാവും കാര്യങ്ങളാവും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ പഠിപ്പിനെയും ബാധിക്കും, ഫ്യൂച്ചറിനെയും ബാധിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ഇല്ല. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, നമ്മളുണ്ട് എന്ന് അവരെക്കാളും കുറച്ചും കൂടി നല്ലത് പറഞ്ഞു കൊടുക്കണ്ട മുതിർന്നവര് അങ്ങനെ ഒരു ബാക്കപ്പിനെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് എന്തും ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ നിൽക്കുകയാണ്, ചാടി പടഞ്ഞ് എന്തെങ്കിലും ചെയ്യാനായിട്ട്. പക്ഷെ അതൊരു ജീവൻ എടുത്തുകൊണ്ടാണ് എന്ന് അറിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ഇതിലേക്ക് ചാടിച്ച് വിടുകയാണ്. അവരുടെ ഭാവിയും മറ്റുള്ളവരുടെ ഭാവിയും കളയാണ്. എത്രത്തോളം ഒരു എന്താ പറയാ, ഏറ്റവും അധികം എഡ്യൂക്കേഷനിൽ കേമത്തിൽ നിൽക്കുന്ന നാടാണ് കേരളം എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ഭയങ്കര വിഷമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ. എന്താ പറയാ, എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ന്യൂസൊക്കെ കാണുമ്പോൾ ഞാൻ ഇരുന്ന് കരയും, ഞാൻ തന്നെ ഇരുന്ന് ഞാൻ പ്രതികരിക്കും. അപ്പോൾ അപ്പൂസും വെച്ച് 2 ദിവസമായിട്ട് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും, എനിക്ക് പറയാനുള്ള ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നിനക്ക് പറയാൻ നിന്റെ ടോക്സിൽ നിനക്ക് പറയാനുള്ളത് പറയും. ഒരാളെങ്കിൽ ഒരാള്, രണ്ടാളെങ്കിൽ രണ്ടാള് മതി. ആ 2 ആൾക്കെങ്കിലും ഈ ചാനൽ കണ്ടിട്ട് ഞാൻ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നണമെങ്കിൽ മതി. ഈ നിലപാടുമായി എല്ലാവരും മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് 100% ശരിയാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ പഠിക്കാൻ പോയ കുട്ടി അല്ലെങ്കിൽ ഫോണിലൂടെ തലേന്ന് വിളിച്ചിരുന്ന കുട്ടിയെ വെള്ള തുണിയിൽ കൊണ്ടുവന്നാൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഇങ്ങനെയാവും ഉള്ള ഒരു ആ അവസ്ഥ നിങ്ങൾ മുന്നിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ആ വിഷമം. ഇപ്പൊ ഈ പറഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്തവന്മാരുടെ വീട്ടിലെ അച്ഛനമ്മമാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അവരെ അറസ്റ്റ് ചെയ്തു, അവരെ പഠിച്ചുകൊണ്ടിരിക്കണവരാണ്, അവരുടെ ഫ്യൂച്ചർ ഒന്ന് ഒരു ഇതായി. നാളെ ഇനി അടുത്ത പാർട്ടിക്കാർ ഇതിനെതിരായിട്ട് നിൽക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇതിന് പകരം വീട്ടാൻ, അല്ലെങ്കിൽ ഇവരുടെ കുറെ പകരം വീട്ടലുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതികളിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഈ ചെയ്തവർക്ക് നാളെ വന്നാലും അവരെ വീട്ടുകാർക്ക് അത് പോയി ഇല്ലേ? അപ്പോഴും ഈ പറയുന്ന വീട്ടുകാർ അനുഭവിക്കണം അല്ലെ? ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് ബാക്കിൽ നിന്ന് കയറ് വലിക്കുന്നവർക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അവര് സേഫാണ്. ഈ മുന്നിൽ നിന്ന് കളിക്കുന്നവരുടെ ഈ ഫ്യൂച്ചറാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നമ്മൾ നമ്മുടെ മക്കളൊക്കെ, ക്യാമ്പസിലുള്ള മക്കളോടൊക്കെ ഉണ്ടെങ്കിൽ പറയാം, ഈ അനാവശ്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിക്കണ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് അവരെ കൊണ്ട് പറ്റണ രീതിയിൽ പഠിച്ച് പറ്റണ മാർക്ക് മേടിക്കട്ടെ. ഇപ്പം എല്ലാവർക്കും MBA എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് അപ്പൂസിന് MBA ചെയ്യിക്കണം എന്നായിരുന്നു, MBO അല്ലെങ്കിൽ BBO ചെയ്യിക്കണം എന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു അവന് ഡിഗ്രിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവന് +1 ഇപ്പം അവൻ +1 ആണ്, +2 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞു.
അപ്പൊ അത് അവന്റെ താല്പര്യമാണ്. ഞാൻ കൊണ്ട് നിർബന്ധിച്ച് കൊണ്ട് ചേർത്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ എനിക്ക് അവൻ 3 കൊല്ലം ഡിഗ്രിയും കഴിഞ്ഞ് MBA ചെയ്യിക്കണം, ഗ്രാജുവേറ്റഡ് ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അത് അവൻ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് +2 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യണം, അതാണ് താല്പര്യം എന്ന് അവൻ പറഞ്ഞു. അപ്പൊ അവന്റെ താല്പര്യമാണ്, അല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അതിനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ നമ്മുടെ മക്കളെ അവർക്ക് നമ്മള് നല്ലതുകൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലതുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ക്യാമ്പസിൽ പോയി നിങ്ങൾ പഠിക്കാനാ പോണം, അവിടെ പോയി പഠിക്കുക. കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ അവിടെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരിക, പഠിക്കുക നന്നായിട്ട്. അവിടെ പല കാര്യങ്ങളിലും പല പിള്ളേരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്, പല ആംബിയൻസിൽ ജീവിച്ചവരാണ്. എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. നമുക്ക് ആരും എല്ലാവരും നന്നാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മക്കളെ അവരവരുടെ വീട്ടിൽ നിന്നാണ് പോണം. അവരവരുടെ മക്കളോട് നമുക്ക് പറയാം, ആ പാർട്ടിക്കാർക്ക് ഈ പാർട്ടിക്കാർക്കും വേണ്ടി വെട്ടും കുത്തും കൊല്ലും ഒന്നും വരില്ലേ. നമ്മളിതൊക്കെ കാണുന്നതല്ലേ TV-യിൽ. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് തന്നെ അത് പ്രശ്നമാവുക. ഈ ബാക്കിൽ നിന്ന് കളിക്കുന്ന പാർട്ടിക്കാർക്ക് അവർക്കൊരു രക്തസാക്ഷിയേ ഉള്ളൂ. ഈ പറയുന്ന പാർട്ടിയിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കുറച്ച് നാളൊരു ഹാരട്ട് ഒരു ഫോട്ടോ എവിടെയെങ്കിലും വെക്കും, 4 ചന്ദനത്തിരി കത്തിച്ച്. അതുകൊണ്ട് ആ വീട്ടുകാർക്കില്ല. അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ വെട്ടും കുത്തും കൊള്ളും ചെയ്ത് അവരുടെ പാർട്ടിയിലെ ആൾക്കാർ തന്നെ കൊന്നിട്ട് അവരുടെ വീട്ടിലുള്ളവർ തന്നെ വന്ന് അവർക്ക് പാർട്ടിക്കാർക്കെതിരെ പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കുറച്ച് നാൾ മുന്നേ ആളുടെ പേര് ഞാൻ മറന്നു. അപ്പോൾ ഈ പാർട്ടിയും ഭരണം കാര്യങ്ങളും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാവണം. അതല്ലാതെ ഇതുപോലത്തെ വെട്ടിയും കൊലയും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാനുള്ള പാർട്ടികളോ അല്ലെങ്കിൽ ഗുണ്ടകളായിട്ട് മക്കളെ ക്യാമ്പസിൽ കുറച്ച് ഈ ഞൊള്ളി പോലെ ഇരിക്കുന്ന പിള്ളേരുകളാണ് ഇതൊക്കെ എന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമം. അവർ പഠിക്കാൻ വന്നിട്ടുള്ളവരാണ്. അവരാ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കുറച്ച് ആൾക്കാർ അവർക്ക് അങ്ങനത്തെ ഒരു വിഷം കൊടുത്തത്. ഇത് വേറെ ഒരുത്തൻ, നമ്മൾ പാർട്ടിയിലുള്ളവര്, നദവാൻ വേറെ പാർട്ടിയിൽ ഇല്ലാത്തവര്. അന്ന് ഈ കാര്യം നമുക്ക് അവനോട് പോയി ചോദിക്കാം. അവർക്ക് അറിയുന്ന ഭാഷ അടീര ഭാഷ, മർദ്ദനത്തിന്റെ ഭാഷ. പട്ടിണിക്കിട്ട് 3 ദിവസമൊക്കെ ഒരു രീതിയിലുള്ള പച്ചവെള്ളം പോലും അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ 3 ദിവസമായിട്ടില്ല. പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ എന്ന് പറയുമ്പോ എന്ത് മനസ്സാണ് ഈ പറയുന്ന ഇത്രയും കുട്ടികൾക്ക്. അത് അവന്റെ കൂടെ കഴുത്തിൽ കഴിട്ട് നടന്ന കുട്ടികൾ, മനസ്സിലായോ? ഒരുമിച്ച് റൂമിൽ കിടന്നുണ്ട്. ഒരു പട്ടിക്കുഞ്ഞിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഒരൊട്ടാളി ഏറ്റവും അധികം നമ്മളെ ചിരിച്ചു കാണിക്കുന്നവരും കഴുത്തിൽ കൈയിട്ട് നടക്കുന്നവരായിരിക്കും ഏറ്റവും ചതിയന്മാർ. നമ്മള് മനസ്സ് തുറന്ന് ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നിട്ടും ക്ഷമിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സ് തുറന്ന് ഇനി ഇവിടെ നിന്ന് നല്ല നമ്മൾ ഭയങ്കര ഇതാവാന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരങ്ങനെ ആവില്ല. ആ ഒരു സെക്കൻഡ് നേരത്തെ സ്നേഹവും കാര്യങ്ങളും അത് കഴിയുമ്പോൾ ഇല്ലാതിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവര് വേറെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. എല്ലാവരും ഒരുപോലെ ആവില്ല. നല്ല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. പക്ഷെ സിദ്ധാർത്ഥ എന്ന് പറയുന്നവന് കൂട്ടുകാരെ വളരെ ഇഷ്ടമായിരുന്നു, റൂംമേറ്റുകളെ വിശ്വസിച്ചിരുന്നു, കൂടെ നടക്കുന്നവരെ വിശ്വസിച്ചിരുന്നു. ഒരാൾ പോലും അവനെ തിരിച്ചു വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തിരിച്ചു റിഹാൻ എന്ന് പറഞ്ഞവൻ അക്ഷയ് അഖില് കാരണം ഒരുപാട് പേരുണ്ടായില്ലേ. അവർക്കൊക്കെ ഇത് ഇങ്ങനെ കഴിഞ്ഞു. അവർക്ക് വിളിക്കുമ്പോൾ അറിയാം ഇത് തിരിച്ച് വിളിച്ചിരിക്കുമ്പോൾ ഇപ്പൊ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നീ ഇങ്ങനെ അവിടെ ഒരു പ്ലാൻ ഉണ്ട്, നീ ഇങ്ങനെ വരണ്ട, നീ നാട്ടിൽ പൊക്കോ, നീ എന്തായാലും ഉത്സവത്തിന് പോവല്ലേ, ഇവിടെ ഇപ്പൊ നീ നിന്ന പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് നല്ലവരാണെങ്കിൽ അങ്ങനെ പറയാം അല്ലേ? അങ്ങനെയല്ലേ ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞ അങ്ങനെയല്ലേ ചെയ്യണ്ടേ? പക്ഷെ അത്രയും നാൾ നിന്ന ആ കൂട്ടുകാരൻ തിരിച്ച് അവൻ വിളിച്ചത് കൊണ്ടാണ് ഇവൻ വിശ്വസിച്ച് പോന്നത്. അതിങ്ങനൊരു മരണത്തിലേക്ക്, അതിക്രൂരമായ ഒരു മരണത്തിലേക്ക് തള്ളിവിടാനാണ് എന്ന് ഒരിക്കലും ആ പാവം സിദ്ധാർത്ഥ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഗൈസ്? ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മുടെ മക്കളെയും നാളെ ക്യാമ്പസിൽ വിടേണ്ടതാണ്. അവരും ഒരു പക്ഷേ ഹോസ്റ്റലിലൊക്കെ എവിടെയാണ് ഏത് കോഴ്സാണ് അവർ പഠിക്കാത്തത് നമുക്കറിയില്ല. നിങ്ങളുടെ മക്കളും ചിലപ്പോൾ ഇപ്പോൾ ക്യാമ്പസിൽ പോകുന്നുണ്ടാവാം. നിങ്ങളുടെ മക്കളും പാർട്ടി തലയിൽ പിടിച്ച് പാർട്ടി വലിയ സംഭവമായിട്ട് നടക്കുമ്പോൾ ഇന്ന് ആ പാർട്ടിയിൽ തന്നെയുള്ള പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതൊരു അഭിമാനം സംഭവമൊക്കെ എടുത്ത് തോന്നാം. നാളെ അതൊരു കരച്ചില്ലായി മാറാതിരിക്കാനാണ്. എല്ലാം നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഒരാളെ വെട്ടാനോ കുത്താനോ അതിനൊന്നുള്ള അവകാശം ആർക്കും ഇല്ല. ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ജീവൻ തന്ന ആൾക്കുള്ളൂ. ജീവൻ തന്ന ആൾക്കല്ല ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ. വേറെ ആർക്കെങ്കിലും അതിനുണ്ടോ? ഇല്ല. ദൈവത്തിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ.
നമ്മുടെ മക്കളെ പോലും നമ്മൾക്ക് ദൈവമാണ് വളർത്താൻ കുറച്ച് കാലത്തേക്ക് തന്നിരിക്കുകയാണ് അല്ലേ. നമുക്ക് ജീവിതം തന്നത് അതുപോലെ തന്നെയാണ്. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഭൂമിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ ജീവിതം പോകട്ടെ എന്ന് പറഞ്ഞ മുകളിലിരിക്കുന്ന ആള് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങോട്ട് വിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് പ്രകാരം നമ്മുടെ ജീവിതം പോകുന്നു, അത്രേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റിൽ നിന്ന് ഇടതല്ല നമ്മൾ മാറി വെട്ടി വേറൊരു 2 ലൈൻ എഴുതി ചേർത്താലൊന്നും ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ആ സ്ക്രിപ്റ്റ് പ്രകാരം തന്നെ വരും. അപ്പൊ ആ കുറച്ച് നാളത്തെ ലൈഫിൽ നമ്മൾ നല്ല രീതിയിൽ ഈ വിട്ടും കൊലൊന്നും ഇല്ലാത്ത ഒരു കേരളം ഇനി സ്വപ്നം കാണാൻ കഴിയുമോന്ന് പോലും ഞാൻ ഭയക്കാം. എനിക്കറിയില്ല, എനിക്ക് തോന്നണില്ല ഇനി വെട്ടും കൊലയും കൊലപാതകവും കിഡ്നാപ്പിങ്ങും റേപ്പും ഇതൊന്നും ഇല്ലാത്തൊരു കേരളം ഇനി ഉണ്ടാവുമോ, പഴയ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സിദ്ധാർത്ഥിന് നീതി കിട്ടണം. നമ്മൾ ഓരോരുത്തരും ഈ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ച നമ്മുടെ മക്കളെ രാഷ്ട്രീയമുള്ള കോളേജുകളിലേക്ക് നമ്മൾ ആരും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ കോളേജുകൾ അടച്ചു പൂട്ടിയിരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മളെല്ലാവരും പറയാണ് അവിടെ രാഷ്ട്രീയം ഉണ്ടോ, രാഷ്ട്രീയ കോളേജ് യൂണിയനും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കളെ അങ്ങോട്ട് വിടുന്നില്ല, രാഷ്ട്രീയമില്ലാത്ത കോളേജിലേക്ക് ഞങ്ങൾ വിടുന്നുള്ളൂ എങ്കിൽ ഈ പറയുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയേ വേണ്ടെന്ന് വിചാരിക്കും അല്ലേ. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാം, പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കുക. അതൊരു മെസ്സേജ് വഴിയാവാം, ഒരു കമന്റ് വഴിയാവാം. അത് ഒരു നാടിന് ഒരു തലമുറയ്ക്ക്, ഒരു പുതിയ തലമുറയ്ക്ക് നല്ലതിന് വേണ്ടിയാണെങ്കിൽ അത് ചെയ്യണം. ചീത്തയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നല്ലതിന് വേണ്ടിയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്യണം. സിദ്ധാർത്ഥനും എൻ്റെ ആത്മാവിന് നീതി കിട്ടണമെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും കേരള പോലീസ് ഇനി ഇപ്പൊ അന്വേഷണം നടത്തുന്ന പോലീസ്, അവിടെ അവര് കേസ് കൊടുക്കുന്ന പോലീസിനെ അവന്റെ പേരൻസിന് വിശ്വാസം ഇനി ഉണ്ടാവില്ല. കാരണം അവര് ഓൾറെഡി അത് ഇനി പേടിക്കണ്ട, ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുമ്പോൾ അറിയാം അത് ആത്മഹത്യയാണ്. അതായത് അവരെ തലപ്പത്തുള്ളവർ പറഞ്ഞത് പ്രകാരം അവർ ചെയ്യണത്. ഈ പറയുന്ന പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവന്മാരുടെ സല്യൂട്ട് അടിച്ചിട്ട് ഇവർ നിൽക്കുന്നത്, അവരുടെ സല്യൂട്ടിന്റെ അടിയിലടിയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. അവർക്കും അറിയാം അത് ഒരു കൊലപാതകമാണെന്ന്, എല്ലാം അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ ഫാമിലി അതിശക്തമായി സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പം അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ നിന്ന് മാറി അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ അന്വേഷണം കൈമാറാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കേസുകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളെ പോലെയുള്ള ഈ പറയുന്ന കാര്യങ്ങൾ 100% സത്യസന്ധമായ കാര്യങ്ങളാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈ എന്താ പറയുക, ഓൺ സ്ക്രീനിലല്ല, ഈ ഓൺ സ്ക്രീനിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഇങ്ങനെയെങ്കിലും പറഞ്ഞ ഞാൻ. അതല്ലെങ്കിൽ ഞാൻ ഇനിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയപരിധി ഉണ്ടല്ലോ. അത് വെച്ച് ഞാൻ ഈ 2 ദിവസം ഞാനിവിടെ വെച്ചിനോട് അപ്പനോട് ഇതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തിനാണ് ഈ ക്യാമ്പസിൽ ഈ രാഷ്ട്രീയം, എന്തിനാണ് ഈ റാങ്കിങ്, എന്തിനാണ് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്കുള്ളത്, എന്തിനാണ് അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡനൊക്കെ എന്താ പറയുക, ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സിദ്ധാർത്ഥിന്റെ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സാറ് പോലും ഈ പറയുന്ന രീതിയിൽ എല്ലാവരും ഭീഷണിപ്പെടുത്തിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും പുറത്ത് വിടരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 കൊല്ലം പഠിക്കേണ്ടതാണ്. അവിടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ അക്ഷയോ അഖിലോ അങ്ങനെ ആരോ എന്താ പറയുക, അവരൊക്കെ നമ്മൾ ഈ മീഡിയാസിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വിവരം അനുസരിച്ച് തല വെട്ടി കളയും എല്ലാവരുടെയും. ആരെങ്കിലും ഈ കാര്യം ഇതുപോലെ തന്നെ പോയി അവരോട് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഫോൺ കോൾ വഴിയും പല രീതികളിലും ദൈവം ഉണ്ടല്ലോ, അവനെ ഇഷ്ടപ്പെടുന്ന, ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും നല്ലവനായിരുന്നു എന്നറിയാവുന്ന കുറച്ച് പേര് വിളിച്ചു പറയുകയും അറിയിക്കുകയും ചെയ്ത പ്രകാരം കേസ് മുന്നോട്ട് പോവുകയും അങ്ങനെ അതിലെല്ലാ തെളിവുകളും ഈ പോസ്റ്റ്മോർട്ടത്തിൽ അത് കൊലപാതകം തന്നെയാണ്, അത് കെട്ടി തൂക്കിയിട്ടുള്ളതാണെന്ന് അടക്കം കുറേ പേര് അറസ്റ്റ്, ഇനിയും കുറേ പേര് അറസ്റ്റ് ചെയ്യാണ്ട് മെയിൻ ആളുകൾ ഒക്കെ. അപ്പം എത്രയും പെട്ടെന്ന് ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ പുറത്തു വരട്ടെ. ഇനി ഇതുപോലത്തെ കാബാലികന്മാരുടെ പിടിയിൽ നമ്മുടെ മക്കള് ക്യാമ്പസുകളിൽ പെടാതിരിക്കട്ടെ. ഈ ക്യാമ്പസിലെ ഈ അക്രമ രാഷ്ട്രീയം ഇല്ലാതിരിക്കട്ടെ, ഒരു പാർട്ടിയും അഴിഞ്ഞാടാതിരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെ മക്കളും പഠിക്കാൻ വേണ്ടിയും കളിച്ച് ചിരിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല പ്രണയങ്ങൾ, അതൊക്കെയാണ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ കളർഫുൾ എന്ന് നമ്മൾ പറയുന്നത്. സ്കൂൾ ലൈഫിൽ നിന്ന് ചേഞ്ച് ആയി വരുന്നത് അതെല്ലാം സന്തോഷമായി, സ്നേഹമായി, ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കട്ടെ. ഒരു പാർട്ടി ബേസിൽ ഒരു ശത്രു മനോഭാവത്തോടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്ലാസ്മേറ്റിനെയോ റൂംമേറ്റിനെയോ കാണാതെ
എൻ്റെ ഫ്രണ്ട്, എനിക്കൊപ്പം പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നല്ലൊരു കലാകാരൻ, അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ രീതിയിൽ ഒരു അസൂയ പോലും അവനോട് ഇല്ലാതെ അവനുമായി ഒരു നല്ലൊരു ബന്ധം സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ. ഇന്നത്തെ ജൂനിയേഴ്സ് നാളത്തെ സീനിയേഴ്സാണ്. ഇന്ന് ജൂനിയേഴ്സിന് സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മർദ്ദനങ്ങളും ശകാരങ്ങളും അവരെ ഏറ്റെടുക്കുമ്പോൾ നാളെ അവർ അടുത്ത വർഷത്തിൽ അടുത്ത് കയറി വരുന്ന ആളുകളിൽ അവർ ആ ഉണക്കി വെച്ച ആ മുറിവ് തിരിച്ച് പുറത്ത് അതിൻ്റെ 10 മടങ്ങായിട്ട് പ്രയോഗിക്കാൻ ശ്രമിക്കും. അപ്പോൾ ദയവ് ചെയ്ത് സീനിയേഴ്സ് ജൂനിയേഴ്സ് ഒന്നുമില്ലാതെ എല്ലാവരും ഒരേപോലെ കോളേജിലെ ഒരേ ക്യാമ്പസിൽ ഒരേപോലത്തെ രീതിയിൽ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് പഠിച്ച് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ജോബിലേക്കൊക്കെ എത്തിപ്പെടുന്ന രീതിയിലാവാൻ ഈ സൗഹൃദങ്ങളൊക്കെ നിലനിർത്താൻ ഒരു അമ്മമാരുടെയും കണ്ണീരുകൾ ഒരു പാർട്ടിയുടെ ബേസിലും ഒരു പാർട്ടിയുടെ ചോര വീണ് കണ്ണുനീര് പൊടിയാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോക്സ്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇന്ന് വളരെ ഇമോഷണലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറയുന്നതുമായി യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ളതും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ പറയുന്ന ടോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അതിനും ഇനി നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ എല്ലാം സിദ്ധാർത്ഥൻ്റെ കേസും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഇനിയും പോയി എല്ലാ സത്യം പുറത്തു വന്ന് എല്ലാ പ്രതികളെയും ഒരാളെ വിടാതെ എല്ലാ പ്രതികളെയും പിടികൂടട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, തക്കതായ ശിക്ഷ തന്നെ കൊടുക്കട്ടെ. എല്ലാവരുടെ ഇമോഷൻസും വേദനകളും സ്വപ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാ മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ. ഇത് ചെയ്തവൻ്റെ വീട്ടുകാർക്കും അവനെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഇമോഷനേക്കാളും വലുതാണ്. അത് അവൻ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അവർക്ക് ജീവനോടെ ഇല്ല എന്ന തിരിച്ചറിവായി നിൽക്കുന്നവരുടെ വിഷമം അത് വേറെയാണ്. അപ്പോൾ എല്ലാം നല്ലതുപോലെ ആവട്ടെ. ക്യാമ്പസ് രാഷ്ട്രീയം നമുക്ക് വേണ്ട. നമ്മുടെ മക്കളെ രാഷ്ട്രീയമുള്ള ക്യാമ്പസിലേക്ക് വിടില്ല ഞങ്ങളെന്ന് നമ്മളെല്ലാവരും ഉറച്ച തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. രാഷ്ട്രീയങ്ങളും ഭരണങ്ങളും മറ്റേ പാർട്ടി പ്രവർത്തകരെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാവട്ടെ. ഗുണ്ടാക്രമത്തിനോ അല്ലെങ്കിൽ ഗുണ്ടായിസം അഴിച്ചുവിടാനോ അങ്ങനെയൊന്നല്ലാതെ ആ പാർട്ടിയിലല്ലാത്തവർക്കും പറയാനുള്ളത് എന്താണെന്ന്, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന്, ആരുടെ ഭാഗത്താണ് ന്യായം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേട്ട് ഒരേപോലെ രണ്ട് സൈഡുകളായി വിചാരിക്കാതെ ഒരേപോലെ എല്ലാവരെയും കണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ മക്കൾക്ക് ക്യാമ്പസുകളിൽ നിന്ന് കൊടുക്കേണ്ടത്. അതിനവിടെയുള്ള ടീച്ചേഴ്സിനാണെങ്കിലും അവർക്കും കഴിയണം. അവരും ഈ പാർട്ടിക്കാരെ പേടിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങളും പുറത്ത് പറയാതെ അറിഞ്ഞിട്ടും ഒന്നും പറയാതെ അങ്ങനത്തെ ഒരു അവസ്ഥ ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഒരാൾക്ക് വരികയാണെങ്കിൽ എന്താ കാര്യം? ഒറ്റ ദിവസം ജീവിക്കണമെങ്കിൽ അത് കുന്തിരിക്കും പോലെ കത്തിച്ചൊലിച്ച് നിൽക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു അന്തസ്. അല്ലാണ്ട് മെഴുകുതിരി പോലെ ഉരുകി ജീവിക്കണേക്കാളും ഒറ്റ ദിവസം ജീവിക്കണമെങ്കിൽ കുന്തിരിക്കാൻ പോലെ നമ്മുടെ മക്കൾക്ക് ഉദിച്ച് ജ്വലിച്ച് ജീവിക്കാനുള്ള പവർ കിട്ടട്ടെ. ഈശ്വര എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു ടോക്കായിട്ട് കാണുമ്പോഴേക്കും താടിയും പൊട്ടും ടോക്ക്. ബൈ ബൈ.